ഹായ്, ദിസ് ഇസ് ആദിത്യ ഫ്രം വസ്ത്ര കൾച്ചർ. തമിഴ്നാട്ടിലേക്ക് നമ്മൾ ഇന്ന് ഡിസ്പാച്ച് ചെയ്യാൻ പോകുന്ന ഒരു ധാവണി സെറ്റാണ് ഇത്. ക്രോപ്പ് ടോപ്പും ദുപ്പട്ടയും പ്ലീറ്റഡ് സ്കേർട്ടുമാണ് ഇതിൽ വരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ദുപ്പട്ട. ജോർജറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു ലാവൻഡർ ഷെയ്ഡ്, ഒരു ഡള്ളായിട്ടുള്ള ലാവൻഡർ ഷെയ്ഡിലാണ് ദുപ്പട്ട നമ്മൾ ആ ഒരു കളറിലാണ് ചെയ്തിരിക്കുന്നത്. ജോർജറ്റ് മെറ്റീരിയൽ കസ്റ്റമർ തന്നെ ചൂസ് ചെയ്തൊരു കളറാണ്. അപ്പോൾ സെയിം ആ ഒരു ടോണിൽ തന്നെ വരുന്ന ബ്രൊക്കേഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ ടിഷ്യൂ പോലത്തെ ഒരു മെറ്റീരിയൽ നമ്മൾ അതിന് ബോർഡറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ഇഞ്ച് വിത്തിൽ വരുന്ന ബോർഡറാണ്. വൺ സൈഡ് ബോർഡറാണ്. ഇപ്പുറത്തെ വശത്ത് ബോർഡർ ഒന്നും വരുന്നില്ല. നമ്മൾ എൻസ് എല്ലാം ഫോൾഡ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 2.5 ആണ് ഈ ഒരു ദുപ്പട്ടയ്ക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ലെങ്ത്ത്. നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം. സ്കേർട്ടിൻ്റെയും ക്രോപ്പ് ടോപ്പിൻ്റെയും കൂടെ ദുപ്പട്ടയായിട്ട് സെറ്റ് ചെയ്യാം. അല്ല ജസ്റ്റ് നമുക്ക് ധാവണി പോലെ ഡ്രേപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതാണ് നമ്മുടെ സ്കേർട്ട്. പ്ലീറ്റഡ് ആയിട്ടാണ് വരുന്നത്. ഒരു 41 ഇഞ്ച് ആണ് ലെങ്ത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് അനുസരിച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല ഹെവി പ്ലീറ്റ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. 4 മീറ്റേഴ്സ് ഓഫ് ഫാബ്രിക്കാണ് നമ്മൾ ഈ ഒരു പ്ലീറ്റഡ് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു സ്കേർട്ടിൻ്റെ എൻഡിലായിട്ട് ഇതേപോലെ നല്ല ബ്രോഡായിട്ട് ഒരു ബ്രൊക്കേഡിൻ്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട് ലാവൻഡർ ഷെയ്ഡിൽ. വിചിത്ര സിൽക്കിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നല്ല ഷൈനിങ് ഉള്ള മെറ്റീരിയലാണ്. ജോർജറ്റ് പോലെ ഫ്ലോയിയുമാണ്, അറ്റ് ദ സെയിം ടൈം ഷൈനിങ് ഉള്ള മെറ്റീരിയലുമാണ്. ഇതാണ് ഈ ഡ്രസ്സിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, ക്രോപ്പ് ടോപ്പ്. ക്രോപ്പ് ടോപ്പിലാണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതേപോലെ നല്ല ഡയമണ്ട് ഷേപ്പിൽ നെക്ക് കൊടുത്തിട്ട് നമ്മൾ അതിൽ നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ത്രൂ ഔട്ട് ബോഡി നമ്മൾ ആ ഒരു ബീഡ്സിൻ്റെ സ്പ്രെഡിങ് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് മാനിക്യൂണിൽ ഇട്ട് കാണുമ്പോഴേ അതിൻ്റെ ഒരു എടുത്ത് എത്രത്തോളമാണ് ശരിക്കും മനസ്സിലാവും. ഞാനിങ്ങനെ കയ്യിൽ വെച്ച് കാണിച്ചിട്ട് അത് മനസ്സിലാവണമെന്നില്ല. ഇപ്പോൾ ഇത് സ്ലീവിൻ്റെ ആ ഒരു എൻഡിൽ കണ്ടോ, ഇതേപോലെ നമ്മളൊരു പാച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലാവൻഡർ ആ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, ഒരു ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ, ആ മെറ്റീരിയലിന് തന്നെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ബോർഡറിൻ്റെ 2 സൈഡിലുമായിട്ടാണ് നമ്മൾ ഇതുപോലെ ഹാൻഡ് വർക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. നല്ല ഷൈനിങ് ഉള്ള വർക്കാണ്. നല്ലൊരു ഗ്രാൻഡ് ലുക്ക് തോന്നും. ഓക്കെ, ബാക്ക് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ മെഷർമെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടതെന്ന് നമ്മൾ അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് അവർ മെഷർമെൻറ്റ്സ് എടുത്ത് അയക്കുമായിരുന്നു. അത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഡ്രസ്സസിനൊക്കെ മെഷർമെൻറ്റ്സ് നമുക്ക് ജസ്റ്റ് സൈസ് മാത്രം പറഞ്ഞാൽ പോരാ. ഇതേപോലെ മെഷർമെൻറ്റ്സ് കൂടെ ഉണ്ടായാലും നമുക്കത് അങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് നമുക്കിനി മാനിക്യൂണിൽ ഇട്ടിട്ട് എങ്ങനെയാണോ നമുക്ക് കാണാം. അപ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് നമുക്ക് അങ്ങനെ ഇട്ടാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ധാവണി സെറ്റിൻ്റെ ഒരു പ്രൈസ് വന്നിട്ട് 1749 ആണ്. 1749 രൂപയാണ്. ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വേൾഡ് വൈഡ് നമുക്ക് ഷിപ്പിംഗ് ഉണ്ട് കേട്ടോ. എവിടെ വേണമെങ്കിലും നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഔട്ട്സൈഡ് ഇന്ത്യ നമ്മൾ ചെയ്യുമ്പോൾ എക്സ്ട്രാ ചാർജ് ചെയ്യും. ഈ ഒരു ഡ്രസ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, പേഴ്സണലി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ഡ്രസ്സിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒരു വാട്സപ്പ് നമ്പർ കാണിക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ട കസ്റ്റമൈസേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏത് ടൈപ്പ് കസ്റ്റമൈസേഷൻ ചെയ്യാം. നെക്കിൻ്റെ ഷേപ്പ് മാറ്റാം. നമ്മൾ പ്രിൻസസ് കട്ട് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം. പ്ലീറ്റഡ് ആയിട്ടാണ് നമ്മൾ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അത് മാറ്റി നമുക്ക് അംബ്രല്ല കട്ട് ആക്കാം. അല്ല ബോർഡറിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ അങ്ങനെ വരുത്താം. എന്ത് ടൈപ്പ് കസ്റ്റമൈസേഷൻ നമുക്കിത് ചെയ്യാം. എന്തുണ്ടെങ്കിലും നമുക്ക് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിരുന്നാൽ മതി.